ഹായ് ഫ്രണ്ട്സ്, സ്വീറ്റ് ആൻഡ് സോളിക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ബൗണ്ടിയുടെ റെസിപ്പിയുടെ വീഡിയോസുമായിട്ടാണ്. നമ്മുടെ വീട്ടിൽ തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നുള്ളൂ. നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നുള്ളൂ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ലൊരു എമൗണ്ട് കൊടുക്കണം. ഇപ്പോൾ നമുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ചിലവൊന്നും ഇല്ല അധികം. ഡെസ്കിനെറ്റ് കോക്കനറ്റിലാണ് ഇത് ചെയ്ത് കാണിക്കേണ്ടത്. അപ്പോൾ ഡെസ്കിനെറ്റ് കോക്കനറ്റ് ഹോം മെയ്ഡായിട്ട് തന്നെ എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോസിലേക്കും കൂടി പോവാം. അപ്പോൾ ഞാൻ അത്യാവശ്യം വലിപ്പമുള്ളൊരു തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. തേങ്ങ എടുക്കുമ്പോൾ പച്ച തേങ്ങ അല്ലാതെ കുറച്ച് വെള്ളം ഡ്രൈ ആയതോ കുറച്ച് ഉണങ്ങിയൊരു തേങ്ങയൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിരിക്കും. ഒന്നില്ലെങ്കിൽ ചുരണ്ടി എടുക്കുക, ഇല്ലെങ്കിൽ നമുക്ക് തേങ്ങ ചിരട്ടിൽ നിന്ന് പേർത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഒരു മിക്സഡ് ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഞാൻ ഇപ്പോൾ ചുരണ്ടി എടുത്തതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ OTGൻ്റെ ട്രേയിലേക്ക് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് വീണ്ടും ഞാൻ OTGയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കരിയുണ്ടോ നോക്കണം. നമുക്കൊരു വിധം ഡ്രൈ ആയി എടുക്കുക. അതേപോലെ ഫ്രൈ പാനിലുള്ളതും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചെറുതായി ചൂടാക്കി എടുക്കുക. പിന്നെ ആ ചൂടിൽ തന്നെ ഒന്ന് ഡ്രൈ ആക്കാൻ വെച്ചാൽ മതി. ഇങ്ങനെ ചുരണ്ടി എടുത്ത കാരണം നമുക്കൊരു മിക്സഡ് ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. മറ്റേ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, പേർത്തി എടുത്തതിന് ശേഷം കട്ടകളായി അരിഞ്ഞതിന് ശേഷം പൊടിച്ചെടുത്താണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഡ്രൈ ആക്കിയിട്ട് നമുക്ക് കുക്കീസ് ഉണ്ടാക്കാനും ബൗണ്ടി ഉണ്ടാക്കാനും കേക്കിനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ചൂടാക്കിയതിന് ശേഷം ആ ചട്ടി തന്നെ വെച്ച് ഡ്രൈ ആക്കി എടുത്തതാണ്. അതുകൊണ്ടാണ് കൈ കൊണ്ട് തൊട്ട് കാണിക്കുന്നത്. ചൂടൊന്നുമില്ല, ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചെറുതായി പൊടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് അടിപൊളി ഡെസ്കിനെറ്റ് കോക്കനറ്റ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ബൗണ്ടി ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ 100 ഗ്രാം മിൽക്ക് ചോക്ലേറ്റും ഒരു ചെറിയ കഷ്ണം ഡാർക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് പാല്, 3/4 കപ്പ് പഞ്ചസാര, മെഷർമെൻറ്റ് കപ്പിനായാലും കുഴപ്പമില്ല, ഇതേപോലത്തെ ചെറിയ കപ്പ് എടുത്താലും മതി. 1 കപ്പ് ഡെസ്കിനെറ്റ് കോക്കനറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഫ്രൈ പാനിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കുക. പാലും പഞ്ചസാരയും നല്ല തിളച്ചതിന് ശേഷം നമുക്ക് ഡെസ്കിനെറ്റ് കോക്കനറ്റ് കൊടുക്കുക. പിന്നെ അടിക്കാനുള്ള ചട്ടി എടുക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിലിട്ട് ചെയ്യണം. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നല്ലതാണ്. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ നന്നായി ഇളക്കി കൊടുക്കുക. അടികരിയാതെ ഇളക്കി കൊടുക്കുക. അത് വറ്റി തുടങ്ങും. നല്ലപോലെ വറ്റണം. പാലൊക്കെ വറ്റിയിട്ട് ഇതേപോലെ ഡ്രൈ ആക്കി എടുക്കുക. വീണ്ടും ലോ ഫ്ലെയിമിൽ തന്നെ ഇതേപോലെ ഡ്രൈ ആക്കിക്കൊണ്ടേ ഇരിക്കുക. അങ്ങനെ നമുക്ക് അതൊരു പിടിക്കാൻ കിട്ടണ പോലെ ആവണം, പരുവാക്കണം. അതിൻ്റെ പാലൊക്കെ വറ്റിയതിന് ശേഷം നല്ലതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ചതിന് ശേഷം നമുക്ക് ഓരോ പീസുകൾ എടുത്തിട്ടും നീളനെ കുഴയ്ക്കുക. 2 സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒന്ന് ചെറുതായി പരത്തി കൊടുക്കുക. ബൗണ്ടിയുടെ ഷേപ്പ് ഇങ്ങനെയാണല്ലോ, അതേപോലെ ചെയ്തെടുക്കുക. നമുക്കൊരു കപ്പ് ഡെസ്കിനെറ്റ് കോക്കനറ്റിൽ 6 എണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഡെസ്കിനെറ്റ് കോക്കനറ്റ് എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് എണ്ണം കൂട്ടി കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവും പാലിൻ്റെ അളവൊക്കെ കൂട്ടിയാൽ മതി. ഒരു 6 എണ്ണം ഇതേപോലെ ഷേപ്പ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി ചോക്ലേറ്റ് മിക്സ് ചെയ്യുമ്പോഴാണ് അത് ലൂസായി കിട്ടുള്ളൂ. ഡബിൾ ബോയിൽ ചെയ്ത് വെച്ചവിടെ തന്നെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ. ചൂടോടെ തന്നെ എടുത്തിട്ട് അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ലൂസായി കിട്ടും. ട്രേ എടുത്തിട്ട് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസുകൾ എടുത്തിട്ടും ചോക്ലേറ്റിൽ ഇട്ട് കൊടുത്ത്
ഇതേപോലെ ചെയ്തെടുക്കുക. അതിൻ്റെ മേലൊക്കെ ഒന്ന് ആവണ വരെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പൊന്തിച്ചെടുത്തതിന് ശേഷം ചോക്ലേറ്റ് ഒന്ന് താഴേക്കൊക്കെ പോണ വരെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് 7 അതേപോലെ ചെയ്തെടുക്കുക. പിന്നെ ഇപ്പോൾ കാണുമ്പോൾ ഭംഗിയില്ലാത്ത പോലെ തോന്നും, അത് നമ്മൾ ചെയ്ത് സെറ്റാക്കി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ 7 ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമുക്കൊരു പാച്ചിലർ വെച്ചിട്ട് ഇതേപോലെ ചെറിയൊരു ഡിസൈൻ കൊടുക്കുക. ബൗണ്ടിക്ക് ഇങ്ങനെ ഡിസൈൻ ഉണ്ടല്ലോ, അപ്പോൾ അതേപോലെ ചെയ്തെടുക്കുക. പാച്ചിലർ വേണമെന്നില്ല, ഒരു സ്പൂൺ വെച്ചിട്ടായാലും ഇതേപോലെ ചെയ്ത് കൊടുക്കുക. ഇത് നമുക്കൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കണം സെറ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സെറ്റായതിന് ശേഷം നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ആയതൊക്കെ അരികിലൊക്കെ ആയതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നീക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു സിസേഴ്സ് എടുത്തിട്ട് കട്ട് ചെയ്ത് നീക്കാൻ നോക്കി. അപ്പോൾ നോക്കുമ്പോൾ അതൊരു ഫിനിഷിംഗ് ആയി തോന്നുന്നില്ല എനിക്ക്. അപ്പോൾ ഞാനൊരു കത്തി എടുത്തിട്ട് പിന്നെ ഒന്ന് കട്ട് ചെയ്ത് നീക്കുന്നുണ്ട്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് നീക്കുക, നല്ല ഫിനിഷിങ് ആക്കി എടുക്കുക. അപ്പോൾ അതേപോലെ ഓരോന്നും ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ പീസും ഞാൻ ഇതേപോലെ ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെയ്യുക നിങ്ങളെല്ലാവരും. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് ഒരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. നല്ല ടേസ്റ്റായിരുന്നു, മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും, ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ വീഡിയോസുമായിട്ട് വരാം.